നമസ്കാരമുണ്ട്. ലോകാസമസ്ത സുഖിനോ ഭവന്തു. ഞാനിവിടെ പറയാൻ പോണ കാര്യം ഒരമ്മയുടെ ഒരു കഥയാണ്. അമ്മ എന്ന് പറയാച്ചാൽ ഞാൻ ഒരു കാര്യം പറയാം. അമ്മ നിലവിളക്കാണ്, കെടാവിളക്കാണ്, കത്തിച്ചൊലിക്കുന്ന ദീപമാണ്, സർവസ്നേഹമുള്ള സമ്പത്താണ്, ജ്വലിക്കുന്ന ദീപമാണ്, സ്നേഹസമ്പത്തുള്ള ഒരു അമ്മയാണ്. അപ്പോൾ അമ്മ വളരെ വിലപിടിച്ച ഒരു മൂല്യമാണ് അമ്മ. അമ്മയുടെ വേദന എന്ന് പറയുവെച്ചാൽ വളരെ അമ്മനെ വേദനിപ്പിച്ച് കഴിഞ്ഞാൽ അത് റെട്ടിക്കും മക്കൾക്ക് കൊള്ളും. അമ്മ ഒന്ന് ആഞ്ഞ് വിളിച്ചു കഴിഞ്ഞാൽ നെഞ്ഞത്ത് വിളിച്ചു കഴിഞ്ഞാൽ മനസ്സറിഞ്ഞ് നെഞ്ഞത്ത് വിളിച്ചു കഴിഞ്ഞാൽ മക്കൾക്ക് റെട്ടിക്കും കൊള്ളും. അപ്പോൾ ഞാനത് പറയാനുള്ള കാരണം എന്ന് വെച്ചാൽ ഈ അമ്മയുടെ ഒരു കാര്യം ഞാൻ പറയാം. നമ്മളെ ജീവിതത്തിൽ ഒരുപാട് ലക്ഷ്യങ്ങൾ ഓരോരുത്തർക്കുണ്ട്. ഇവിടെ നമ്മൾ സൃഷ്ടിച്ചേക്കുന്നത് ഓരോരോ അവതാരങ്ങളാണ്. അവതാര പ്രക്രിയ കഴിഞ്ഞാൽ നമ്മളിവിടെ നിന്ന് വിട പറയേണ്ടി വരും. നമുക്ക് ഇത് പറഞ്ഞ മാതിരി നാരായണത്ത് ഭ്രാന്തൻ പറഞ്ഞ പോലെ ഇന്നത്തെ ഡേറ്റ് നാളെ ആക്കി തരും മരണത്തിൻ്റെ എന്ന് പറഞ്ഞ പോലെ നമുക്ക് അത് മാറ്റാൻ കഴിയില്ല. ദൈവ നിശ്ചയമാണ്. നമ്മൾ എന്നാണ് മരിക്കുന്നത്, എന്നാണ് ജനിക്കുന്നതൊക്കെ ദൈവം നിശ്ചയമാണ്. അപ്പോൾ കാണപ്പെട്ട ദൈവം എന്ന് പറയാച്ചാൽ നമ്മളെ മാതാപിതാ ഗുരു ദൈവമാണ്. അപ്പോൾ മാതാവും പിതാവുമാണ് നമ്മളെ ഇത്. പിതാ എന്നൊക്കെ പറയുമ്പോൾ വളരെ വിലപിടിച്ച മൂല്യധനമാണ്. അപ്പോൾ ഇപ്പോഴത്തെ കാര്യം നമ്മൾ പറയാനുള്ള കാര്യത്തിൽ ഒരു ഉദരത്തിൽ കിടക്കുന്ന ഒരു അമ്മ കുഞ്ഞിനെ, അമ്മയുടെ വയറ്റിൽ കിടക്കുന്ന ഉദരത്തിൽ കിടക്കുന്ന കുഞ്ഞ് അത്രമാത്രം 8 മാസം 9 മാസം 10 മാസം ആവട്ടെ പിടിച്ച ബന്ധങ്ങളാണ് ആ മോനും അല്ലെങ്കിൽ മകളാവട്ടെ മോനാവട്ടെ ആ പിഞ്ചു കുഞ്ഞ് ബന്ധം ഉള്ളത്. ആ ബന്ധം വയറ്റിൽ കിടക്കുന്ന ആ ബന്ധം അത് 9-ാം മാസമോ 10-ാം മാസം പ്രസവിച്ച് കഴിഞ്ഞാൽ ആ കുഞ്ഞിനെ നാക്കൊടി വെട്ടുന്നൊരു സമ്പ്രദായമുണ്ട് ഡോക്ടേഴ്സ്. ആ നാക്കൊടി വെട്ടി കഴിഞ്ഞാൽ ബന്ധം അവിടെ വേറിട്ടേക്കണം. ആ അമ്മയും മകനും അല്ലെങ്കിൽ മകളോ ബന്ധം വേറിട്ടേക്കണം. കാരണം ആ അമ്മയുടെ മനസ്സ് വേറൊരു മനസ്സായി മാറി, ആ മകൻ്റെ മനസ്സ് വേറെയായി മാറി. 2 ചിന്താഗതിയാണ് അവിടെ വരുന്നത്. മകൻ ചിന്തിക്കുന്ന ചിന്താഗതിയല്ല അമ്മ ചിന്തിക്കുന്ന ചിന്താഗതിയിൽ. അതാണ് വേറിട്ടുള്ള ഒരു കാര്യം വരുന്നത് അവിടെ. അപ്പോൾ അതുകൊണ്ട് ഞാനിത് പറയാൻ വളരെ ചുരുക്കമായിട്ട് പറയാന്ന് വെച്ചാൽ, ഞാൻ വേദങ്ങളും വേദാന്തങ്ങളും 18 പുരാണങ്ങളും ഇതിഹാസങ്ങളും ഇതൊന്നും ഞാൻ പഠിച്ചിട്ടില്ല. ഉപനിഷത്തുകളൊന്നും ഞാൻ പഠിച്ചിട്ടില്ല. അപ്പോൾ അതാണ് ഞാൻ പറയാൻ കാരണം. എനിക്ക് ഇത് പറയാനുള്ള എൻ്റെ അനുഭവത്തിൻ്റെ വെളിച്ചത്തിലാണ് ഞാൻ ഓരോ കാര്യങ്ങൾ പറയുന്നത്. അപ്പോൾ വേദനിക്കുന്ന മനസ്സ് അമ്മ അങ്ങനെ വേദനിച്ച ആ നടക്കുമ്പോൾ ഒരു മകനെ മനസ്സിലാക്കാനും മകൾക്കും മനസ്സിലാക്കാൻ പറ്റില്ല. കാരണം അവൻ്റെ വാർദ്ധക്യത്തിൽ വരുമ്പോഴാണ് അത് മനസ്സിലാക്കുക. അതുവരെ ആ പീരീഡ് മനസ്സിലാക്കാൻ പറ്റില്ല. കാരണം അതുവരെ നമ്മളെ അമ്മ അല്ലെങ്കിൽ അച്ഛൻ ഒരു ദുർബലപ്പെട്ട സമയത്ത് വാർദ്ധക്യമുള്ള സമയത്ത് ഒരു ബോള് തട്ടി കളിക്കുക. ഒരാഴ്ച ഒരു മകൻ നോക്കുമ്പോൾ ഒരാഴ്ച അനിയൻ നോക്കുക, അനിയൻ നോക്കി കഴിഞ്ഞാൽ പെങ്ങൾ നോക്കുക. അങ്ങനെ ബോളായിട്ടാണ് ചിത്രീകരിക്കുന്നത് അവിടെ. കാരണം അങ്ങനെയാണ് ഒരു അമ്മനെ അച്ഛനായിട്ട് തട്ടി കളിക്കണവരെ. ലാസ്റ്റ് ഗോൾ അടിക്കണ എപ്പോഴാ വെച്ചിട്ടാ അത് പോസ്റ്റിലേക്ക് അടിക്കണത് ഈ വാർദ്ധക്യം പിടിച്ച് താമസിക്കുന്ന ആൾക്കാരെ ഇതിൽ ശാലയിൽ കൊണ്ടുപോയി കൂട്ടിക്കൊള്ളും. അതാണ് മൂലസ്ഥാനമായിട്ട് നിർത്തും. പിന്നെ എപ്പോഴെങ്കിലും ഒരിക്കൽ ഈ ജയിലിൽ കാണുന്ന പോലെ കണ്ട് പോകാന്നല്ലാണ്ട് എന്താ ഈ സുഖം നല്ല മനസ്സിലല്ല. കാരണം അവരുടേതായ പീരീഡിൽ അവരുടെ മക്കൾ അവരെ ഭർത്താക്കന്മാർ സ്വാർത്ഥ ചിന്താഗതിയായിട്ട് നടക്കുന്ന കാര്യങ്ങളാണ് അവർ
ചെയ്യുന്നത്. അമ്മനെ അച്ഛനൊക്കെ മറക്കും ഒരു കാലഘട്ടം. ഇവർക്ക് വരെ എപ്പോഴാണ്, ഇവർക്ക് വാർദ്ധക്യം വരുമ്പോഴാണ് ഇവർ ഇങ്ങനെയുള്ള കാര്യങ്ങൾ അയവർക്കുക. അപ്പോൾ നല്ല അമ്മ നമുക്ക് തരുന്ന നല്ല മണിയുള്ള ചോറും കഞ്ഞൊക്കെ തരണ ആ കൈ കൊണ്ട് തന്ന അമ്മനെ മറക്കണവർ. അമ്മഞ്ഞപ്പാൽ തന്ന അമ്മനെ മറക്കണം. എന്താ വെച്ചാൽ നല്ല ഈ മുറന്ന് പറഞ്ഞ് ഇപ്പോഴത്തെ ജനറേഷൻ അറിയില്ല. കാരണം അറിയാത്ത എന്ന് വെച്ചാൽ അവർക്ക് അറിയില്ല എന്താണ് പുഴ എന്താണ്, തോട് എന്താണ്, പാടെന്താണെന്ന് അറിയില്ല. അത് ബുക്കിൽ നിന്ന് പഠിച്ച് വരണം. അങ്ങനെയാണ് കാര്യങ്ങൾ. ഒരു മുറത്തി കിടന്ന് നെൽമണീനെ ചേറിയെടുത്ത് നല്ല മണികളെ നീക്കം ചെയ്ത് പൊടി പടലങ്ങൾ മാറ്റി കല്ലും കരടും ഇതൊക്കെ മാറ്റിയിട്ട് നല്ല മണി ചോറുള്ള ചോറ് നമുക്ക് തന്ന അമ്മനെ നമ്മൾ മക്കൾ മറക്കണം. അപ്പോൾ അമ്മനെ മറക്കാൻ പാടില്ല. അമ്മ അത്രയും ദീപം ചൊരിഞ്ഞ അതാണ്. അപ്പോൾ ആ അമ്മനെ ഒരിക്കലും ഈ മക്കൾ മറക്കാൻ പാടില്ല. അമ്മയുടെ വേദന തിരിച്ചറിയാമോ മക്കൾക്ക്? അത് തിരിച്ചറിയണമെങ്കിൽ എന്താ, അവർക്ക് വാർദ്ധക്യം വരുമ്പോഴാണ് അമ്മനെ തിരിച്ചറിയുക. അപ്പോൾ അതുകൊണ്ട് നല്ല കാര്യങ്ങളെക്കുറിച്ച് മനസ്സിലാക്കുക. ഇനി എനിക്ക് കൂടുതൽ കാര്യങ്ങൾ പറയാൻ എനിക്കുണ്ട്. ഇനി നന്ദി, നമസ്കാരം. ലോകാ സമസ്ത സുഖിനോ ഭവന്തു. ഓക്കെ.